നമസ്കാരം. നമുക്കിന്നൊരു മല കയറാൻ പോയാലോ? രായനല്ലൂർ മല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടവരും കാണും, കേൾക്കാത്തവരും കാണും, അല്ലേ? അപ്പോൾ നമുക്കിന്ന് നാറാണത്ത് ഭ്രാന്തൻ്റെ രായനല്ലൂർ മലയെക്കുറിച്ച് കേട്ടാലോ? നാറാണത്ത് ഭ്രാന്തനെ അറിയാത്തവരായി ആരും തന്നെ ഇല്ല, അല്ലേ? വലിയൊരു പാറക്കല്ല് കഷ്ടപ്പെട്ട് മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയ ശേഷം അത് താഴേക്കിട്ട് പൊട്ടിച്ചിരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം. ഇതൊക്കെ കണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു. അങ്ങനെയാണ് നാറാണത്ത് മംഗലത്തെ നാരായണൻ എന്നത് നാറാണത്ത് ഭ്രാന്തനെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. നാറാണത്ത് ഭ്രാന്തന് മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ട ഇടമാണ് രായനല്ലൂർ മല. മല കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ. വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതനായ വരരുചി തനിക്ക് പറയക്കുളത്തിൽ പേർക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി. പരിചാരകരെ ഉപയോഗിച്ച് ആ കുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. തലയിൽ തീപ്പന്തം കുത്തിയിറക്കി പരിചാരകർ ആ കുട്ടിയെ നദിയിലൊഴുക്കുന്നു. നദിയിലൂടെ തലയിൽ തീപ്പന്തവുമായി ഒഴുകി വന്ന പെൺകുട്ടിയെ മക്കളില്ലാതിരുന്ന നരിപ്പറ്റ മനയിലെ അന്തർജനം എടുത്തു വളർത്തുന്നു. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം അന്വേഷിച്ച് വിക്രമാദിത്യ സദസ്സിൽ നിന്നിറങ്ങി വരരുചി എത്തപ്പെട്ടത് നിളയുടെ കരയിലുള്ള നരിപ്പറ്റ മനയിൽ. ആ മനയിൽ വെച്ച് തന്നെ പരിചരിച്ച കന്യകയിൽ വരരുചിക്ക് തോന്നിയ അനുരാഗം വിവാഹത്തിൽ കലാശിച്ചു. ആ വിവാഹം തൻ്റെ വിധിയായിരുന്നുവെന്ന് വരരുചി മനസ്സിലാക്കി. ഭുഞ്ചമശാപത്തിൻ്റെ ഫലം കൊണ്ടാണ് പറയപ്പെണ് തൻ്റെ വധുവായതെന്ന് വരരുചി തിരിച്ചറിഞ്ഞു. അവിടെ വച്ച് സ്വയം സൃഷ്ടി കൽപ്പിച്ച് വരരുചിയും ഭാര്യയും ദേശാടനത്തിനിറങ്ങി. നീണ്ട യാത്രക്കിടയിലാണ് പഞ്ചമി 12 മക്കൾക്ക് ജന്മം നൽകുന്നത്. വരരുചിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചമിക്ക് തൻ്റെ എല്ലാ മക്കളെയും ഉപേക്ഷിക്കേണ്ടി വന്നു. ആ യാത്രയിൽ പിറന്ന 12 മക്കളിൽ ഒരാളാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാറാണത്ത് ഭ്രാന്തൻ. ഇനി നമുക്ക് മല കയറി തുടങ്ങിയാലോ? പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപം കൊപ്പത്താണ് ചരിത്രപ്രസിദ്ധമായ രായനല്ലൂർ മല ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അല്ലെങ്കിൽ 1640 അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കാട്ടുചെടികളും വലിയ മരങ്ങളും വള്ളിച്ചെടികളുമാണ് ഇരു സൈഡും. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പടികൾ നിർമ്മിച്ചിട്ട്. കയറിപ്പോകുന്ന വഴിയിൽ ചിലയിടത്ത് പാറക്കല്ലുകളിൽ ചില തീയതികൾ കാണാം. ആ പടികൾ നിർമ്മിച്ച വർഷങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് തീരും. പിന്നെ പഴയകാല വഴികളാണ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് മലമുകളിലെത്തി. ഇന്ന് കയറി ചെന്നാൽ ആദ്യം കാണുന്നത് രായനല്ലൂർ മലയിൽ ദുർഗാദേവി ക്ഷേത്രമാണ്. തുലാം 1 നാറാണത്ത് ഭ്രാന്തന് ഇവിടെ വെച്ച് ഭഗവതി ദർശനവും അനുഗ്രഹവും ലഭിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ തുലാം മാസത്തിലെ 1-ാം തീയതി ഈ ക്ഷേത്ര ദർശനത്തിനായി ധാരാളം ഭക്തർ മല കയറുന്നു. തുലാം 1 രായനല്ലൂർ മല കയറിയാൽ കുട്ടികളുടെ വിദ്യാതടസ്സം നീങ്ങുമെന്നും വിശ്വാസം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മല കയറുന്നവർ ആൺകുട്ടികൾക്ക് വേണ്ടി കിണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടി ഓടവും കമിഴ്ത്തി പ്രാർത്ഥിച്ച് മലയിറങ്ങുകയും സന്താനപ്പിറവിക്ക് ശേഷം അവിടെ ചെന്ന് കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഈ ഓട്ടുപാത്രങ്ങളിൽ നെയ്യ് നിറച്ച് മലർത്തി വയ്ക്കുകയും വേണമെന്നാണ് വിശ്വാസം. 1 കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാന ദിവസം വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ്. അന്ന് ദേവിയുടെ പിറന്നാളായതിനാൽ അന്നും ഭക്തർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. പ്രതിഷ്ഠയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രായനല്ലൂർ ദേവീക്ഷേത്രം. നാറാണത്തിന് ദേവീ ദർശനം നൽകിയതിനു ശേഷം പ്രദക്ഷിണ രീതിയിൽ 9 കാലടികൾ വെച്ചുവെന്നും ആ 9 ചുവടുകളും പാറപ്പുറത്ത് പതിഞ്ഞുമെന്നുമാണ് വിശ്വാസം. പാറപ്പുറത്ത് ഇന്നും അവശേഷിക്കുന്ന ഈ 9 ചുവടുകളാണ് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠയായി കണക്കാക്കുന്നത്. ഈ കാൽച്ചുവടുകളിലാണ് പൂജ നടത്തുന്നത്. ഇതിൽ 7 ചുവടുകൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് കാണാനാകും. 2 ചുവടുകൾ കുറച്ചുകൂടി ഉള്ളിലേക്കാണ്. ഇതിൽ ഇടതുവശത്തെ ചുവട്ടിൽ നിന്നുമാണ് ജലം ഊറുന്നത്. ഈ ജലമാണ് ഭക്തർക്ക് തീർത്ഥമായി കൊടുക്കുന്നത്. നാറാണത്ത് ഭ്രാന്തൻ കല്ലുമായി നിൽക്കുന്ന ശില്പം വളരെ ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ്. കല്ല് കാൽക്കീഴിൽ വെച്ച് കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം. കിഴക്കോട്ടാണ് ദർശനം. 18 അടിയോളം ഉയരമുള്ള ഈ പ്രതിമ ശില്പിയായ സുരേന്ദ്രകൃഷ്ണൻ 1995 സ്ഥാപിച്ചതാണ്. വളരെ ദുർഘടം പിടിച്ച നിർമ്മാണമായിരുന്നു ഈ പ്രതിമയുടേത്. 4 കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ് രായനല്ലൂർ മല കിടക്കുന്നത്. മുത്തശ്ശിയാർകുന്ന്, ചലമ്പ്രക്കുന്ന്, പടവെട്ടിക്കുന്ന്, ഭ്രാന്താചലം
ഈ 4 കുന്നുകൾക്കും നടുവിലാണ് രായനൂർ മല. രായനല്ലൂർ മലയിൽ നിന്നാൽ വള്ളുവനാടിൻ്റെ ഭംഗി മുഴുവൻ കാണാൻ പറ്റും. ദൂരെ ചെറുതായി നദിയും. ഈ മലയുടെ താഴ്ഭാഗത്തായി കുറച്ച് ഗുഹകളുണ്ട്. പണ്ടൊക്കെ മുനിമ തപസിരുന്നതാവാം. ഇതൊക്കെയാണ് രായനൂർ മലയിലെ വിശേഷങ്ങൾ. ഇനി മലയിറക്കം.